ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം. വഞ്ചിപ്പാട്ടിന്റെ ഈരടികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഈ വർഷത്തെ വള്ളസദ്യയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെ 56 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ചടങ്ങുകൾക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമുറ്റം ഇനി സാക്ഷ്യം വഹിക്കുക. ഈ വർഷം ഇതിനോടകം 500-ലധികം വഴിപാട് സദ്യകളാണ് ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഉച്ചപൂജയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയായിരുന്നു വള്ളസദ്യകളുടെ തുടക്കം. ക്ഷേത്ര ശ്രീകോവിലിലെ കിടാവിളക്കിൽ നിന്ന് മേൽശാന്തി പകർന്നു നൽകിയ ദീപം കൊടിമര ചുവട്ടിൽ വെച്ച് പള്ളിയോട സേവാസംഘം ഭാരവാഹികൾ ഏറ്റുവാങ്ങി. തുടർന്ന് ആനക്കൊട്ടിലിൽ ദീപം കൊളുത്തി. തൂശനിലയിൽ ആറന്മുളയുടെ തനത് വിഭവങ്ങൾ വിളമ്പിയതോടെ ഈ വർഷത്തെ വള്ളസദ്യകൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. ദേവസ്വം മന്ത്രി കെ മുരളീധരനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇനി വരുന്ന 56 ദിവസങ്ങൾ ആറന്മുളയ്ക്ക് ഉത്സവരാവുകളാണ്. സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കുന്ന വള്ളസദ്യയ്ക്കായി ഇതിനോടകം 500-ലധികം ബുക്കിംഗുകൾ കഴിഞ്ഞു. ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ സദ്യ ആസ്വദിക്കുന്നതിനായി 20 സദ്യാലയങ്ങളിലായി 16 കരാറുകാരെയാണ് ഇത്തവണ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പള്ളിയോടക്കരക്കാരുടെ വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടുള്ള ഈ വഴിപാട് സദ്യയിൽ പങ്കാളിയാകാൻ വരും ദിവസങ്ങളിൽ 10,000 കണക്കിന് ഭക്തർ ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തും. അമൃത ന്യൂസ്, പത്തനംതിട്ട.